ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. പക്ഷേ അപ്പോഴും ഈ യുദ്ധം എത്ര കാലം ഇറാന് അമേരിക്കയ്ക്ക് മുന്നിലും ഇസ്രയേലിന് മുന്നിലും പിടിച്ചു നിൽക്കാനാകുമെന്ന് വ്യക്തമല്ല. കാരണം മിസൈൽ ശേഷിയിൽ മാത്രമാണ് ഒരുപക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാനാകുക. വ്യോമാക്രമണം പ്രതിരോധിക്കാനടക്കം ഉള്ള സംവിധാനങ്ങൾ വളരെ താരതമ്യേന ഇസ്രയേലിനെ അപേക്ഷിച്ച് താരതമ്യേന വളരെ കുറവാണ് ഇറാന്. അതുകൊണ്ട് തന്നെ അംഗബലം കൊണ്ടും ആയുധശേഷി കൊണ്ടും എത്ര നാൾ ഇറാന് ഈ യുദ്ധത്തിന് പിടിച്ചു നിൽക്കാനാകും എന്നത് ഒരു ചോദ്യമാണ്. ആ ചോദ്യം തന്നെയായിരിക്കും സ്വാഭാവികമായും ഈ യുദ്ധം ഒരു വഴിത്തിരിവിലേക്ക് എത്താൻ വഴിവെക്കുന്നതും. കാരണം ഒരു ഘട്ടത്തിൽ ഇറാന് ഒരുപക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും. ആ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും നിലവിലെ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും അവർ ഒരുപക്ഷെ കണ്ടീഷൻസ് മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ അല്ലാതെ ഒരു ഭരണമാറ്റം എളുപ്പമല്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ അപ്പോഴും ഇറാൻ ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. കാരണം ഡിസംബർ അവസാനം മുതൽ ജനുവരി ആദ്യമൊക്കെ ഇറാനിൽ ഉടലെടുത്ത ആഭ്യന്തര കലഹങ്ങൾക്ക് കാരണം അവിടുത്തെ പണപ്പെരുപ്പമാണ്. ഇറാൻ്റെ റിയാലിന് കടലാസിൻ്റെ വില പോലും ഇല്ലാതാകുന്നു. അത്തരത്തിൽ രാജ്യം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ആ പ്രതിസന്ധി മറികടക്കണം. അതാണ് ഇറാന് നിലവിൽ ആയത്തുള്ള അലി ഖമനേയ്ക്ക് ശേഷം മറ്റൊരാൾ അവിടെ അധികാരം ഏറ്റെടുത്താലും ആ ഭരണാധികാരിക്ക് മുന്നിലുള്ള വെല്ലുവിളികളിൽ പ്രധാനം ആ രാജ്യം നിലവിൽ നേരിടുന്ന പ്രതിസന്ധികളായിരിക്കും. സ്വാഭാവികമായും തീർച്ചയായും അവിടെ കാർത്തിക അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, അതായത് ഖമനേയിയുടെ പിൻഗാമിയാണ് ഇനിയും ഇറാനെ നയിക്കാൻ പോകുന്നത് എങ്കിൽ അത് ആര് തന്നെയാണ് എങ്കിലും അവരെയും വധിക്കും എന്നതാണല്ലോ ഭീഷണി. അവിടെയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാവുക. ഇപ്പോൾ ചൈനീസ് ഇടപെടലും ഈ ഘട്ടത്തിൽ അതുമായി കൂട്ടി വായിക്കണം. ചൈനീസ് വിദേശകാര്യമന്ത്രി സൗദി അറേബ്യൻ തലവനുമായാണ് സംസാരിച്ചത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ചർച്ചകൾക്ക് സന്നദ്ധമാകാൻ ഏതെങ്കിലും സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം ഒമാൻ ഭരണാധികാരി ഇത്തരത്തിൽ സമവായ ശ്രമങ്ങൾ ആരംഭിക്കണം എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ